തിങ്കളാഴ്ച മലയാളം പരീക്ഷ എഴുതാൻ പോകുന്ന +2 വിദ്യാർത്ഥിനികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, 8 മാർക്കിൻ്റെ ചോദ്യം എങ്ങനെ എഴുതാം, ഏതൊക്കെ ചോദ്യങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോയുമായി ഷായ് സാർ വന്നിരിക്കുന്നത്. 8 മാർക്ക് 1.5 പുറത്തിൽ കവിയാതെ അല്ലെങ്കിൽ 1.5 പുറത്തിൽ ഉത്തരം എഴുതണം എന്നുള്ളതാണ്. 1.5 പുറം എന്നാൽ ഒരു പേജിൻ്റെ പകുതിയും ഒരു പേജിൻ്റെ മുൻഭാഗവും അതിൻ്റെ തന്നെ മറുഭാഗത്തിൻ്റെ പകുതിയുമാണ്. അതിനെയാണ് നമ്മളിപ്പോൾ ഉദാഹരണം, ഒരു മിനിറ്റ് മക്കളെ, ഉദാഹരണമായിട്ട് നമ്മൾ ഇതൊരു ആൻസർ പേപ്പർ ആണെങ്കിൽ 1.5 പുറം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുറവും അതോടൊപ്പം എന്താ ഇതിൻ്റെ ഈ പകുതി പുറം, ഇതിനാണ് 1.5 പുറം എന്ന് പറയുക. ഒരു പേജിൻ്റെ ഒരു ഭാഗം ഫുള്ളും മറ്റേ ഭാഗം പകുതി. 8 മാർക്കിന് അത്ര എഴുതുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യം പലപ്പോഴും 1.5 പുറത്തിൽ തീരാതെ വരാറുണ്ടോ? അങ്ങനെ തീരാതെ വരികയും 1.5 പുറം എന്ന് പറയുമ്പോൾ 2ഉം 2.5 പുറമൊക്കെ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം സിമ്പിളാണ്. നിങ്ങൾ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന 15 മിനിറ്റ് കൃത്യമായി ചോദ്യം ഉൾക്കൊണ്ട് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യ കാരണം. കാരണം ഒഴുക്കൻ മട്ടിൽ വായിച്ചു പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ കൂൾ ഓഫ് ടൈമിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് വായിക്കുന്ന ഒരു ചോദ്യം ഏതാണെന്ന് പറയുന്നത് 1 വേർഡാണ്. അതിന് ഉത്തരം ഓർമ്മയിൽ സൂക്ഷിക്കാൻ സുഖമായതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലോർത്ത് വെക്കുകയും എന്നിട്ട് അവസാനമാണ് കൊണ്ട് എന്തെഴുതുക, 8 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ചോദ്യം ഒരു വായന വായിച്ച് പിന്നെ നമുക്ക് തോന്നിയതുപോലെ സമയത്തിനുള്ളിൽ തീർക്കാൻ ഒരു ഓട്ടമാണ്. അതിൽ ആവർത്തന വിരസത കൊണ്ടുള്ള മടുപ്പായിരിക്കും ആ ഉത്തരത്തിൻ്റെ ഏറ്റവും വലിയ ഫാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നുമില്ലാതെ എങ്ങനെ നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യം എഴുതാം? കൂൾ ഓഫ് ടൈമിൽ ഒരു 9 പോയിൻ്റ് മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് 9 പോയിൻ്റുകളായിട്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാം. അതും 9 കണ്ടൻറ്റാണ്. ഈ ചോദ്യത്തിന് 9 ചെറു കണ്ടൻറ്റുകളാണത്. ആ കണ്ടൻറ്റുകളെ കോർത്തിണക്കി കൊണ്ട് വാക്യങ്ങൾ ഇങ്ങനെ എഴുതി പോന്നാൽ 1.5 പുറത്തിൽ നിങ്ങൾക്ക് നിർത്താനും പറ്റും. തന്നിരിക്കുന്ന ചോദ്യത്തിന് മുഴുവൻ ആൻസറും, അതായത് മുഴുവൻ ആശയവും ആ ഉത്തരത്തിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാം മക്കളെ? വായിക്കുന്ന ഒരാൾക്ക്, അധ്യാപിക ആരാവട്ടെ, വായിക്കുന്ന ഒരാൾക്ക് ആ ചോദ്യത്തോട് ആ കുട്ടി 100% നീതി പുലർത്തി എന്ന തിരിച്ചറിവുണ്ടാവുകയും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ആദ്യം കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് കൊടുക്കുന്ന അതേ പരിഗണനയും അതേ ഗൗരവവും ഈ ചോദ്യങ്ങൾക്കും ആദ്യമേ കൊടുത്തു വെക്കുക. അങ്ങനെ വരുമ്പം ഈ ഓരോ ചോദ്യം വായിക്കുമ്പോൾ ഇന്ന പോയിന്റുകൾ ഞാൻ മനസ്സിൽ ഓർത്തിരുന്നല്ലോ എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുകയും എഴുതാൻ സുഖമായിരിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യം, പ്രധാനപ്പെട്ട 2 എണ്ണമാണ് എഴുതേണ്ടത്. അതിൽ 3 ചോദ്യങ്ങളുള്ള ഒരു പാറ്റേൺ, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം, എന്നിട്ട് അതെങ്ങനെ എഴുതാം എന്നുള്ളതും കൂടെ നോക്കാം. മിഴിനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ, ചൂഷകരുടെ കയ്യിൽ അകപ്പെട്ട് ഇടം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ രോദനത്തിൻ്റെയും രോഷത്തിൻ്റെയും പ്രതിധ്വനിയാണോ കിരാതവൃത്തം എന്ന കവിത. നിരൂപണം ചെയ്യുക. 6 പോയിന്റ് നമുക്ക് ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യണം? 8 മാർക്കിൻ്റെ ചോദ്യമാണ്. നല്ല ഒരു ഇൻട്രൊഡക്ഷൻ നിർബന്ധമായും കൊടുക്കണം, നിർബന്ധമായും. അതായത് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെ മട്ടും ഭാവവുമുള്ള ഒരു കവിതയാണ് കിരാതവൃത്തം എന്ന് പറയുന്ന കവിത. കാട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ വേദനയും ഇടം നഷ്ടപ്പെട്ടവൻ്റെ വേദനയും ആത്മരോഷവും പ്രതികാര ഇച്ഛയുമാണ്, അല്ലെ പ്രതികാരേച്ഛയുമാണ് പാഠഭാഗത്തിൻ്റെ കവിതയുടെ ആശയം. ഇതാണ് ഇൻട്രൊഡക്ഷൻ. ആ കവിതയെക്കുറിച്ചും എഴുത്തുകാരനെ കുറിച്ചുമുള്ള ഒരു കോമൺ ധാരണ. അതിനുശേഷം നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗത്തുള്ള കവിതയുടെ ആശയം കൃത്യമായി എഴുതി പോവുക. ഒരു കാലത്ത് കാടിൻ്റെ മുഴുവൻ അധിപരായിരുന്ന കാട്ടാളൻ, അവിടെ കാട്ടാള നാരികൾ, അവരോടൊപ്പമുള്ള സന്തോഷത്തോടു കൂടിയുള്ള ദിനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലേ? വർത്തമാന കാലത്തിലൂടെയാണ് കവിത കടന്നു പോകുന്നത്, അല്ലേ? മലകളാകുന്ന അമ്മയുടെ മാറാകുന്ന ഭൂമിയാകുന്ന അമ്മയുടെ മാറാകുന്ന മലകളും
അച്ഛനാകുന്ന കാർമേഘവും ഒക്കെ ചത്തും മുലമുറിക്കപ്പെട്ടവളായി കിടക്കുന്ന പ്രകൃതിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആ കവിത തുടങ്ങുന്നെങ്കിലും അതും ഭൂതകാലത്തിൻ്റെ മഹത്വത്തിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഭാവിയിൽ എന്താകുമെന്നുള്ള ചിന്ത. അപ്പം വർത്തമാനകാലത്തിൽ തുടങ്ങി ഭൂതകാലത്തിലൂടെ കടന്നുപോയി ഭാവിയിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ആ സൂചനകളൊക്കെ വെച്ചുകൊണ്ട് ആ സൂചനകൾ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ചോദ്യത്തെ നേരിടാൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ മക്കള്. പ്രതീകങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകം. രാജാവിൻ്റെ കാലുകൾ, ചിന്താരാമൻ്റെ പുസ്തകം, കുത്തുവാളിൻ്റെ ദണ്ട്, അടിച്ചുതളിക്കാരുടെ ചൂല് തുടങ്ങിയ നാടക വസ്തുക്കൾ എന്തെല്ലാം വ്യാഖ്യാന സാധ്യതകളാണ് നൽകുന്നത്. വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആ ഉപന്യാസത്തിൻ്റെ പാറ്റേൺ എന്താണെന്ന് പഠിച്ചു വെക്കണം. അതെന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണുക. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഇതിനു വേണ്ടി പറയാം. ഒരു നല്ല ശീർഷകം കൊടുക്കണം. ഉപന്യാസത്തിന് എപ്പോഴും നിങ്ങളൊരു നല്ല തലക്കെട്ട് കൊടുക്കാൻ പഠിക്കണം. എസ്സേ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തലക്കെട്ടെന്ന് പറയുന്നത്. ആ തലക്കെട്ട് നല്ല മനോഹരമായ തലക്കെട്ടൊന്ന് എഴുതുക, നല്ല ഒരു ആമുഖം എഴുതുക, ഇൻട്രൊഡക്ഷൻ, എഴുത്തുകാരനെക്കുറിച്ചും. അല്ലേ, കാവാലത്തിൻ്റെ തനത് നാടക സങ്കല്പത്തിലുള്ള ഒരു നാടകമാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ. പുരാണത്തിൽ നിന്നുമുള്ള കഥാപാത്രത്തെ വർത്തമാനകാലത്തോട് അടുപ്പിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. അല്ലേ, രഘുവംശത്തിലെ അവസാനത്തെ രാജാവാണ് അഗ്നിവർണ്ണൻ എന്ന് പറയുന്നത്. ജീവിതം ദൂർത്തടിച്ച് രാജ്യവും ശരീരവും നഷ്ടമായി എല്ലാം നശിപ്പിച്ച ഒരു രാജാവാണ് അഗ്നിവർണ്ണൻ. അതിനെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളോട് അടുപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. പിന്നെ ഇതിലെ ഓരോരോ പ്രതീകങ്ങളും നമ്മൾ നോക്കുക. അഗ്നിവർണ്ണൻ്റെ കാലുകൾ, അല്ലേ, മരക്കാലുകളോട് സങ്കടം പറയേണ്ടി വരുന്ന പ്രജകളുടെ ദയനീയമായ ചിത്രം വരച്ച് കാണിക്കാൻ ആ കാലുകൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ചിന്താരാമൻ്റെ പുസ്തകം, ചിന്തകളിലൂടെ കടന്നു പോവുകയും എന്നാൽ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ബുദ്ധിജീവികളുടെ പ്രതീകമാണ്. പിന്നെയോ അതുപോലെ കുത്തുവാളിൻ്റെ ദണ്ട്, അധികാരത്തിൻ്റെ പ്രതീകമാണത്. ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ആശയം വരുന്നു. കൺക്ലൂഷൻ ഭാഗത്ത് കൃത്യമായിട്ട് എഴുതുക. വർത്തമാനകാല രാഷ്ട്രീയത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നാടകം തന്നെയാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ. ഇതിലെ പ്രതീകങ്ങളെല്ലാം ചില വലിയ അധികാര കേന്ദ്രങ്ങളെയും മറ്റും സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള കൺക്ലൂഷൻ എഴുതുക. 3 പാരഗ്രാഫായി എഴുതണം. അപ്പം ശീർഷകം കൊടുക്കണം, ആമുഖമുണ്ടാകണം, അതൊരു പാരഗ്രാഫ് ഉണ്ടാകണം, ആശയം ഉണ്ടാകണം, കൺക്ലൂഷൻ. 3 പാരഗ്രാഫെങ്കിലും മിനിമം. 4 പാരഗ്രാഫ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആശയം ഒരു പാരഗ്രാഫ്, പിന്നെ പുസ്തകം ഒരു പാരഗ്രാഫാണ്. അധികാരത്തിൻ്റെ ദണ്ടൊരു അങ്ങനെ പാരഗ്രാഫ് ആക്കുന്നതിനും കുഴപ്പമില്ല. എന്നാൽ 1 സെൻറ്റൻസോ 2 സെൻറ്റൻസോ വരുമ്പോഴേക്കും പാരഗ്രാഫ് ആക്കുന്നത് വേണ്ട. ഒരു 8 സെൻറ്റൻസോ 5 സെൻറ്റൻസ്, മിനിമം ഒരു 5-6 സെൻറ്റൻസ് വരുമ്പോൾ ഒരു പാരഗ്രാഫ് തിരിക്കാം. അങ്ങനെ ആയിരിക്കണം ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ മക്കളെ? ഇനി മാജിക്കൽ റിയലിസം, അല്ലേ, രചനാ സംഗീതം പ്രകാശം ജലം പോലെയാണ്. അത് നമുക്കറിയാം. പ്രകാശം എന്താണ്, ലൈറ്റ് ലൈക്ക് വാട്ടർ എന്നുള്ള ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് പോലെയാണ്. ബൾബ് സ്വിച്ച് ഇടുമ്പോൾ പ്രകാശം പരന്നൊഴുകുമെന്നുള്ളൊരു മാജിക്കൽ റിയലിസത്തിൽ നിന്ന് തന്നെയാണ് ടോട്ടോയിൻ്റെയും ആ ജ്യേഷ്ഠാനുജന്മാരുടെ കഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുറമുഖ നഗരത്തിൽ നിന്നും അതൊന്നുമില്ലാത്ത നഗരത്തിലെത്തിയപ്പോൾ അവർ പ്രകാശം ജലം പോലെയാക്കി കളിച്ചു എന്നൊക്കെ പറയുന്ന ഒരു മാജിക്കൽ റിയലിസം തന്നെയാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വേണം ആ പാഠഭാഗത്തെ മുഴുവൻ ആശയത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം എഴുതാൻ. അപ്പോൾ ക്ലിയർ ആണോ? 3 ചോദ്യം. ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി ചർച്ച ചെയ്ത് പോവുകയാണ്. അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. ഉപന്യാസം 100% സാധ്യതയുള്ളതാണ്. ഉപന്യാസം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും